രാഷ്ട്രീയത്തിൽ നേരത്തെ പറഞ്ഞല്ലോ വാജ്പേയിയുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. പൊതുവെ ആ സമയത്തുള്ള ഒരു രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു ബന്ധം, ഒരു മാന്യമായ ബന്ധം ഇപ്പോൾ ഉണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഇപ്പം എന്തോ ശത്രുക്കളെ കാണുന്ന പോലെ കാണുന്നത് അങ്ങനെയൊന്നുമില്ല. അന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇപ്പം വാജ്പേയി അമേരിക്കയെ കൊണ്ട് ചികിത്സിക്കാൻ മുൻകൈ എടുത്ത രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം എല്ലാവരും തമ്മിലുണ്ട്. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മൾ ആശയപരമായ ഭിന്നത ഉണ്ടാവും, പ്രത്യയശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ വ്യക്തിപരമായ ഒരു ബന്ധം അന്ന് എല്ലാ കാലത്തും എല്ലാവരും സൂക്ഷിച്ചിരുന്നു. ആ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുക. ഇന്ന് പരസ്പരം ആളുകളെ എന്ത് പറയാനും മടിയില്ല, അവരുടെ കുടുംബത്തെപ്പറ്റി പറയാൻ മടിയില്ല, വ്യക്തിപരമായി ആക്ഷേപിക്കാൻ മടിയില്ല. ആ കാലഘട്ടം ഈ കാലഘട്ടമായിട്ട് വലിയ വ്യത്യാസം. അത് മാത്രമല്ല, ഇപ്പോൾ ആരെങ്കിലും കണ്ടാൽ തന്നെ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പം ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അദ്വാനിജിയുടെ റൂമിൽ പോയിരിക്കുമായിരുന്നു, ഞങ്ങളൊക്കെ ജ്യോതിർമയി ബാസുവിൻ്റെ റൂമിൽ പോയിരിക്കുമായിരുന്നു. അതിനകത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ള കാര്യമല്ലല്ലോ. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ ആശയമല്ലേ, നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസമല്ലേ. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമായി സംസാരിക്കാൻ എന്താ കുഴപ്പം? ഇവിടുന്ന് EMS പലപ്പോഴും ഞാൻ ഡൽഹി പോകുന്ന കാലത്ത് NSY ഒക്കെ അദ്ദേഹം ഒറ്റയ്ക്കാണ് പോകുന്നത്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ഫ്ലൈറ്റിൽ കയറാൻ സഹായിച്ചകത്ത് കയറ്റിയിട്ടുണ്ട്. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഓരോ കാര്യങ്ങൾ പറയാമായിരുന്നു. അപ്പോൾ അതൊന്നും അങ്ങനെ തെറ്റായ കാര്യമൊന്നുമല്ല.